ചിറ്റാമ്മയ്ക്ക് എന്നെ ഭാഗ്യം. എത്ര കൊച്ചുമക്കളെ കണ്ടെന്ന്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറച്ച് പറയാൻ എൻ്റെ കൂടെ കുഞ്ചൂസില്ല, കാരണം അവൾ അപ്പുറത്തെ കടയിലാണ്, ഞാൻ ഇപ്പുറത്തെ കടയിലാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇവിടെ 2 മറ്റേ ടിക്കറ്റ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവിടെ ഉണ്ട് കേട്ടോ. അവൾക്ക് അവിടെ 1-2 ഉണ്ട്. അത് ഞാൻ അതിനകത്ത് വിട്ട് കടക്കാറില്ല. ഞാനൊരു വാട്സപ്പ് നമ്പർ എടുത്തേക്കുവാണ് ബിസിനസ്, അവളും ഒരു ബിസിനസ് നമ്പർ എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് ഇപ്പൊ നോക്കുന്നത്. അവൾ ഞാൻ ഹെൽപ്പ് ചെയ്യും, അവൾ എന്നെ ഹെൽപ്പ് ചെയ്യും, എങ്കിലും കുറച്ചുകൂടെ സെപ്പറേറ്റ് ആയിട്ടാണ്. കാരണം കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടെല്ലാം പോകാൻ വേണ്ടിയാണ്. കാരണം ഒരുപാട് എൻക്വയറീസ് ഒരു നമ്പറിലോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാത്തിലോട്ടും റിപ്ലൈ എത്താൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അത്ര വലിയൊരു സ്ഥാപനം ഒന്നും നമ്മളായിട്ടില്ല, അങ്ങനെ നമുക്ക് വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം ഭയങ്കര മെസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വാട്സ്ആപ്പ് നമ്പർ എടുത്തേക്കുവാണ്. ഒന്ന് 89 21 71 2746. പുതിയ നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. 1 62 35 68 79 61. ഇത് കുഞ്ചൂസിന്റെ ഫസ്റ്റ് കണ്ട ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ എൻ്റെ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ഏകദേശം 1 പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് 1 ഇവിടെ പാക്ക് ചെയ്ത്. ഇനി അത് പാക്ക് ചെയ്തില്ല, അത് മൊത്തം റാപ്പ് ചെയ്യണം. ഇനി അത് എടുക്കണം. ഇന്ന് നമുക്ക് കുറേ പരിപാടീസ് ഉണ്ട്. ഇന്ന് നമുക്ക് വൈകിട്ട് ഞങ്ങൾ പോകുന്നപ്പോഴത്തേക്കും പറഞ്ഞു, ഇന്നിപ്പോ നമ്മൾക്ക് വൈകിട്ടേ ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാം പാക്ക് ചെയ്തിട്ടൊക്കെ കൊടുത്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്നും നമ്മൾ നമ്മുടെ കുഞ്ഞു ബേബിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ആമിച്ചനും ലച്ചുട്ടിയും ജനിച്ച ഹോസ്പിറ്റലിൽ നമ്മൾ പുഷ്പയിലോട്ട് പോവാണ്. ചേച്ചിയുടെയും ചേട്ടൻ്റെയും അടുത്തോട്ട് പോവാണ്. ഇന്ന് നമ്മൾ കുഞ്ഞു ബേബിയെ കാണും. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കുഞ്ഞിന്റെ ആറ് ഷേപ്പാണെന്നൊക്കെ നമുക്ക് ഇന്ന് കാണണമല്ലോ. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ അവരോട് ചിറ്റാമ്മയും അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസം തൊട്ട് ചിറ്റാമ്മ ഇങ്ങനെ ചോദിക്കാൻ എപ്പോഴാണ് പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവരോടൊരു 3-3:30 ആകുമ്പോൾ ഒരുങ്ങിയിരിക്കാൻ പോകണം. നമ്മൾ എപ്പോഴാണ് കഴിയുന്ന അന്നേരം നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് പുറത്തൊക്കെ ഒന്ന് പോകണം. അമ്മയൊക്കെ പുറത്തിറങ്ങിയിട്ട് ഒത്തിരി ദിവസമായില്ലേ. അപ്പൊ അമ്മയെ പുറത്തൊക്കെ ഒന്ന് കൊണ്ട് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കണം. ഇന്ന് വൈകിട്ട് പുറത്തുനിന്നൊക്കെ ഒന്ന് കഴിക്കണം. അപ്പം നേരെ വീഡിയോ ഇട്ടു കേട്ടോ. യെസ്, ഗൈനിക് വാർഡിലോട്ട് വീണ്ടും കയറിയിട്ടുണ്ട് കേട്ടോ. ആമീനെ എഴുന്നപ്പോ ഞങ്ങള് വാർഡിലായിരുന്നു. ഞാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇതാരെയും കാണിച്ചു തരാൻ. ഇതാര കുഞ്ഞാവയാ? മോന്റെ അനിയും കൂട്ടല്ലേ എന്നെ വിളിക്കുന്നേ? ഒന്ന് വിളിച്ച് അമ്മ ഒന്ന് കേക്കട്ടെ വരുന്നത് മുഴുവനും. നോട്ടൊക്കെ നോക്കി ഞാനിക്കൂട്ടോ. ഞങ്ങള് കൊണ്ടുപോക്കോട്ടെ, ഞങ്ങൾ കൊണ്ടുപോക്കോട്ടെ. ആമി കൊണ്ടുപോവാന്ന്. എടാ ആമി കൊണ്ടുപോവാന്ന്. ഞാൻ കൊണ്ടുപോകാ നിനക്ക്. അനിയൻ ഒയ്യോടാ. നോക്കൂ എന്നാന്നൊന്നും മനസ്സിലായില്ല. ദൈവമേ, ഇനിയും കുഞ്ഞാവയോ? പതുക്കെ ആമിക്ക് കണ്ടിട്ട് അങ്ങ് കൊതി അറിയത്തില്ല. കൊതി ഇഷ്ടപ്പെടും. ഭയങ്കര ഈ ഭാവ എവിടെ ഇരുന്നേ? അവിടെ ഇരുന്നേ. എടാ അനിയൻ കൂട്ടനെ തരാവോ ഞങ്ങക്ക്? അപ്പക്ക് തരാവോ? കൊണ്ടുപോക്കോട്ടെ. വാമീനെ നീ എടുത്തോ. എടാ വാമി വന്നൊന്ന് മൈൻഡ് ചെയ്യടോ. ഒരു കുഞ്ഞു അനിയൻ വന്നെന്ന് പറഞ്ഞു. എന്തൊരു ചാട ഇത്, ഭയങ്കര ചാട. അത് മൂടി വെക്കണം, അവൻ കാണാത്തില്ലല്ലോ. അതിന് ഏതാണ്ടൊക്കെ പറയാനായിട്ട് ചിരിക്കുന്നുണ്ട്. ആമി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിരുന്നു ചിരിയല്ലേ. ചേച്ചി വന്നിട്ടുണ്ട്. എന്താണ്ടൊക്കെ വെക്കുന്നു. ചിരിക്കുന്നു. ഇവിടെ വിചാരം ഇവിടെ മനസ്സിലെന്തായിരിക്കും? എല്ലാരും കൊടുക്കാം.
ഈ മുത്തച്ചിയുടെ ചിറ്റാമ്മയ്ക്ക് എന്നെ ഭാഗ്യം. എത്ര കൊച്ചുമക്കളെ കണ്ടെന്ന്. അയ്യോ എനിക്ക് നാണം വന്നത്. ചുട്ടിയുടെ നാണം നോക്കിയ അപ്പൂസെ, നാണം നോക്കിയേ. മണിക്കുട്ടാന്ന് വെയിറ്റ് ഉണ്ട്. ഇപ്പൊ കുറഞ്ഞു കാണാം. ആദ്യം ബർത്ത് വെയിറ്റിന്ന് കുറച്ചാണ്. ആ ഞാപ്പ് ചിരിക്കുന്നു. ചേട്ടായിക്ക് പേടിയാ. അതെ അത് തന്നെ. എനിക്ക് അങ്ങനെ തന്നെ നമുക്ക് ഓടി വരുമ്പോ എടുക്കുമ്പോഴേ അതാ പറഞ്ഞേ. ഓക്കെ ഇങ്ങനെ പിടിക്കണം. കണ്ടോ എപ്പോഴും ഇങ്ങനെ ഉമ്മ കൊടുത്തോ. മതിയേ. ഒത്തിരി ഉമ്മ കൊടുക്കണ്ട, പനി വരും കേട്ടോ. ഞാൻ ഉമ്മയൊന്നും കൊടുക്കുന്നില്ല, കാരണം ഒത്തിരി ഉമ്മ ഒന്നും കൊടുക്കണ്ട. ഉമ്മ കൊടുക്കും എല്ലാരും, പക്ഷെ അങ്ങനെ എത്ര വന്നാലും ചിരിക്കുന്നുണ്ട് എല്ലാരും. ഉമ്മ തപ്പി നോക്കുന്നു. കാലവിടെ നടക്കുമ്പോ കാണിച്ചത്. ഒരു ടാങ്ക് പറഞ്ഞു. ടാങ്ക് പറഞ്ഞു. താങ്ക് യു ഇങ്ങനെ അപ്പോൾ നമ്മുടെ കുഞ്ഞു ബേബിയെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ ചെറുക്കൻകുട്ടനെ കണ്ടിട്ട് ഇറങ്ങി. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് ഫുഡ് കഴിക്കാൻ കയറണമെന്നൊക്കെ. അപ്പോൾ ഒത്തിരി നാൾ കൂടിയാണ് അമ്മേനെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവന്നത്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. കാരണം നമ്മൾ ചെറുക്കൻകുട്ടനെ കണ്ടിട്ട് വന്നതാണ്. അതിനിടയ്ക്ക് ലച്ചൂട്ടിയുടെ ഓരോ എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ നമ്മളെ കൊന്നു കളയും കേട്ടോ. അമ്മാതിരി എക്സ്പ്രഷനാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അത് ഞാൻ വഴക്ക് പറയുമ്പോഴുള്ള എക്സ്പ്രഷനാണ് കേട്ടോ. നമ്മളെ ചിരിച്ച് മയക്കി അങ്ങോട്ട് സോപ്പിട്ട് ഉള്ള പരിപാടിയാണ്. ആമിയേക്കാൾ കുറച്ച് സോപ്പിടിയിൽ കൂടുതലാണ് കേട്ടോ. അതാണ് ഈ ആക്ഷൻസ് കേട്ടോ. നമ്മൾ ചിരിച്ച് മണ്ണ് തപ്പും ചില എക്സ്പ്രഷൻസ് കാര്യങ്ങളാണ്. നമ്മൾ നല്ല വഴക്ക് പറയുമ്പോഴാണ്. എന്തെങ്കിലും ഇപ്പോൾ പുറത്ത് വേസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചോന്ന് ഒറ്റയ്ക്ക് വിളിക്കൂലേ, അപ്പോഴത്തേക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ ചിരിച്ചുകൂടെ കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മയങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കണ്ടിട്ട് വന്നാണ്. കുഞ്ഞിനെ ഒന്ന് കയ്യിലോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ലച്ചുട്ടി ആമിയ ഫസ്റ്റ് ടൈം എടുക്കുന്ന പോലെ തന്നെയാണ് ഫീലിങ്. കാരണം വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന കുറേ ഫീലിങ്സ് കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഓരോ കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫീലാണ്. ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയിൽ, അതായത് മറ്റേണിറ്റി കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അയക്കുമ്പോഴത്തേക്കും ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും നമുക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 300ഓളം കിറ്റുകൾ നമ്മൾ തന്നെ 300ഓളം കുഞ്ഞുങ്ങൾക്ക് തന്നെ നമ്മളിപ്പോൾ ഇതുവരെ കിറ്റുകൾ അയച്ചിട്ടുണ്ട്. അപ്പം ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ കാണാറുണ്ട്. ജനിക്കുമ്പോഴേ അവർ അയച്ചു തരും. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇന്നിപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അതിനിടയ്ക്ക് വീണ്ടും എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചേച്ചി പെണ്ണ് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുക കേട്ടോ. ചിരി നോക്കി.
അപ്പം അതിനിടയ്ക്ക് ഇവിടെ പാട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. അമ്മയുടെ മുഖം ഇങ്ങനെ ചുന്തിരി പെണ്ണേന്ന് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അമ്മയുടെ തല. എന്നിട്ട് അവൾ തല കുനുക്കുവിട്ട് ചുന്തിരി എന്നിട്ട് കണ്ണ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വഴക്ക് പറയുന്നതിനാണേ. എന്നിട്ട് എന്നോട് കൂട്ടുവെട്ടും ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ. ഒരുപാട് പരിപാടികളുണ്ട് കയ്യിൽ. ഇപ്പം സംസാരിക്കാനും തുടങ്ങി. ഇപ്പം രാഹുലിയേട്ടനെ മമ്മാന്ന് വിളിച്ച് ഇപ്പം അച്ഛ രാഹുലിയേട്ടനെ മാമാന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവളും മാമാന്നാണ് വിളിക്കുന്നത്. ചുന്തിരിപ്പെണ്ണേ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഡാൻസ് കളിക്കുക, അവിടെയുള്ള പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല സന്ധ്യ 7 മണി ആയി കേട്ടോ. 7:30 ആകുമ്പം കടയിൽ ചേച്ചി പോകും. ഇപ്പുറത്തെ ചേച്ചി അപ്പുറത്തോട്ട് പോവുക. ആ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കൊച്ചു മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു ചേച്ചിയാണ് ഇപ്പം, അഞ്ജന എന്ന് പറയുന്ന ചേച്ചിയാണ് കേട്ടോ ഇപ്പോൾ ലക്ഷ്മീസ് മറ്റേണിറ്റി വേളിലുള്ളത്. അപ്പോൾ ചേച്ചി 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തോട്ട് വരും. അപ്പോഴത്തേക്ക് കൊച്ചു 6 മണിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ചേച്ചിയെ എനിക്കിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. നമ്മൾ അൽഫാം, എൻ്റെ വായിലിപ്പോഴും വെള്ളം ഊർന്നു. അൽഫാം മന്തിയാണ് കേട്ടോ, നോർമൽ അൽഫാം മന്തിയാണ് മേടിച്ചേക്കുന്നത്. എനിക്ക് കൊളസ്ട്രോളാണ്, കഴിക്കാൻ പറ്റില്ല, എങ്കിലും കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനിന്നും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഴിമന്തിയൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. യെസ്, നമ്മൾ അധ്വാനിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതായത് ഇടയ്ക്ക് എക്സ്പ്രഷൻസ് വെക്കുവാണ് കേട്ടോ. അപ്പോൾ മയണൈസ് അമ്മ ഒന്ന് തൊട്ട് വെച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ട, കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ മയണൈസ്. കാരണം മയണൈസ് അത്ര നല്ലതല്ലല്ലോ. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ റൈസ് തിന്നിട്ടുള്ള എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. ആമിച്ചേച്ചി ഉണ്ടായിരുന്നു. ആമിച്ചേച്ചി ഒരു പിടി പിടിച്ചത്. ആമിച്ചേച്ചിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ റൈസ് കാര്യങ്ങളൊക്കെ ആമിച്ചേച്ചിക്ക് ഇഷ്ടം. അതുകൊണ്ട് ആമിച്ചേച്ചിക്ക് ഇത്തിരി പാർസൽ ചെയ്ത് നമ്മൾ എടുക്കും കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ അതിനിടയ്ക്കും ഫുഡ് കഴിക്കുന്നതിനിടയ്ക്കും ഡാൻസാണ് കേട്ടോ. അമ്മയെ വീൽ ചെയറിൽ തന്നെയാണ് ഇരുത്തിയേക്കുന്നത്. കാരണം ആ കസാരയെല്ലാം മാറ്റിയിട്ട് അല്ലെങ്കിൽ കസാരയിലോട്ട് കയറിയിരിക്കാൻ അമ്മയ്ക്ക് ഇത്തിരി പാടാണ്. അതിനിടയ്ക്ക് അവൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്.